ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ ഒരു ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓൾറൗണ്ടറായിട്ട് പല പരിപാടികളും ചെയ്യുന്ന, ഇപ്പോൾ ഒരു കുട്ടികളെ നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ ഒരു കുടുംബം എങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ പല കാര്യത്തിലും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിലോ കുട്ടികളെ നോക്കുന്നതിലോ ജോലിക്ക് പോകുന്ന പല പരിപാടികളും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലോ കരിയർ സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, ഒരു ഫാമിലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എത്ര കടുത്ത സാഹചര്യത്തിലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അതൊക്കെ നിങ്ങളെപ്പറ്റി അറിയാം. ഏത് രീതിയിലും എന്ത് പരിപാടിക്കും പല വിധത്തിലുള്ള പല പ്രശ്നങ്ങളിലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുള്ള വ്യക്തികളാണെന്ന് നിങ്ങൾക്കറിയാം. അത് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആളല്ല നിങ്ങൾ. പല വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളുകളാണ്. അപ്പൊ അത് ഏതാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ചില ആളുകൾ കരിയറിന്റെ കൂടെ തന്നെ ഒരു ഫാമിലി രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടി പല വിധത്തിലുള്ള പല പരിപാടികൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പോ വേറെ എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ബിസിനസ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി നല്ല രീതിക്ക് സാക്രിഫൈസ് ചെയ്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും, പല വിധത്തിലുള്ള പരിപാടികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് വീണ്ടും മുന്നോട്ട് പായുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചില ആളുകൾ സ്റ്റേ ചെയ്യുന്നു, ചില ആളുകൾ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് മുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെന്നാ പറയാ, നിങ്ങളെ പല വിധത്തിലുള്ള പ്രശ്നത്തിലോ ആശയക്കുഴപ്പത്തിലോ ആക്കിയിട്ട് പല വിധത്തിലുള്ള ആളുകൾ നിങ്ങളെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ തള്ളിയിട്ടിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയാലും നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിഷമമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ഒറ്റക്ക് തരണം ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾ മുന്നോട്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ, സാധാരണ ഒരു നോർമലായിട്ടിരിക്കുന്ന ഒരാളെ പോലെ മുന്നോട്ട് കുതിക്കുവാൻ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തുള്ളപ്പോൾ ഇങ്ങനെയൊന്നും അല്ല. എല്ലാത്തിനും ഇവരെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ ഒരു സാന്നിധ്യം വേണം, ഇവരുടെ ഒരു ഉപദേശം വേണം, അല്ലെങ്കിൽ ഇവരുടെ ഒരു അതായത് ഇവരുടെ ഒരു ടച്ച്, എന്ത് കാര്യത്തിനാണെങ്കിലും, ഒരു വാക്കിനാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഇവരുടെ ഒരു ഉപദേശം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു തലോടൽ, അല്ലെങ്കിൽ ഒരു വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോട്ടെ സാരയില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ, എല്ലാത്തിനും ഇവിടെ ഇപ്പൊ അങ്ങോട്ട് പോവാണ് ഇങ്ങോട്ട് പോവാണ് അങ്ങനെയുള്ള പരിപാടി കാണുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇവരുടെ ഒരു ചെറിയൊരു കുഞ്ഞ് ഒരു പരിപാടി നിങ്ങൾക്ക് വേണമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലാതെ നിങ്ങൾ നൈസായിട്ട്
നോർമലി നിങ്ങൾ എങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നു, എങ്ങനെ ഇതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട പരിഗണനകളോ നിങ്ങൾക്ക് കിട്ടേണ്ട സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കൊണ്ട് കിട്ടേണ്ട, അതായത് ഫിസിക്കൽ പ്രസൻസ്, ആളിന് ആള് തന്നെ വേണമല്ലോ. അതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ആളിന് ആള് തന്നെ വേണം. സാമ്പത്തികമായിട്ടുള്ള പരിപാടിക്ക് സാമ്പത്തികമായിട്ടുള്ള ഇത് വേണം. ഇത് ആ ഒരു ആളിന് ആള് വേണം എന്നുള്ള ഒരു പരിപാടിയിൽ ഇവരുടെ ഒരു ആബ്സെൻസിൽ നിങ്ങൾ എല്ലാം നല്ല രീതിക്കാണെന്നുണ്ടെങ്കിലും എങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. ഞാനില്ലെങ്കിലും അപ്പൊ പരിപാടികളൊക്കെ നടത്താൻ അറിയാം, ഞാനില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെ നടത്തുന്നു, ഈ ഒരു കാര്യങ്ങളൊക്കെ എപ്പോൾ നിങ്ങൾക്ക് കൈ വന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് നിന്ന്, അതായത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ മാനസികമായിട്ട് അകന്നുകൊണ്ടിരുന്നപ്പോഴോ നിങ്ങള് നല്ല രീതിക്ക് നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു മാനസിക അകൽച്ച വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സമ്മതിക്കാതെ ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കയ്യോടെ നിങ്ങൾ പൊക്കിയിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സംശയത്തിന്റെ പുറത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതൊന്നും നിങ്ങളുടെ അടുത്ത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടികളൊക്കെ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇവർക്കുള്ള ഒരു ഉറപ്പെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എന്തൊക്കെ പരിപാടിയിൽ ഉൾക്കൊണ്ടാലും, എന്തൊക്കെ പരിപാടിയിൽ പോയി വീണാലും, എന്തൊക്കെ പരിപാടിയിൽ നിങ്ങൾ എന്താ പറയുക, ഏതൊക്കെ രീതിയിൽ പോയി ലോകം ചുറ്റി വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇവരെ സ്വീകരിക്കും. അങ്ങനത്തെ ഒരു ഇത് അവർക്കുണ്ട്. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങള് ഇവരെ പെട്ടെന്ന് അങ്ങനെ മറക്കത്തില്ല. അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ മനസ്സിൻ്റെ അകത്ത് കൊണ്ടു നടക്കുന്നുണ്ട്. ഇവരെ പെട്ടെന്ന് ഇവരുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് മാറ്റാൻ പറ്റത്തില്ല എന്ന് നല്ല രീതിക്ക് അറിയാം. നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, റിലേഷൻഷിപ്പ്, ലവേഴ്സ്, അങ്ങനെയുള്ള ആരും ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളെല്ലാം മച്ചമ്പി അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിച്ചു, നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനെ ആസ്പദമാക്കി തിരിച്ചു മറുപടി കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾ പതിയെ പതിയെ അതിന് എന്താ പറയാ മനസ്സിലാക്കാൻ തുടങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ പതിയെ പതിയെ പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ വീണ്ടും ഒരു പുതിയൊരു തുടക്കം കുറിക്കാനോ, വീണ്ടും ഒരു പുതിയ എന്തെങ്കിലും പരിപാടികൾ, എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനോ, പുതിയ ഒരു രീതിയിലുള്ള ബന്ധം തുടങ്ങാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എതിര് പറയാനായിട്ട് ചാൻസ് ഉണ്ടോ ഇല്ലയോ? ഞാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നത്തിലാകുമോ? കാരണം ഇവിടെ നല്ല രീതിക്ക് മാനസിക അകൽച്ചയുണ്ട്. ഇപ്പൊ കൂടെ വീട്ടിലുള്ളവരാണെങ്കിൽ തന്നെ മാനസിക അകൽച്ച നല്ല രീതിക്കുണ്ട്. പിന്നെ നല്ല രീതിക്ക് തേർഡ് പാർട്ടി പ്രസൻസ് കാണിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം. നല്ല രീതിക്ക് ഇവിടെ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് തന്നെ കാണിക്കുന്നുണ്ട്. കാരണം ഇവരുടെ പല പല പ്രവർത്തികളും നിങ്ങൾ ഉറക്കം കെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ പല പ്രവർത്തികൾ, ഇവരുടെ പല ഉത്തരവാദിത്വ ഇല്ലായ്മകൾ, ഇവര് നിങ്ങളോട് കാണിച്ചിരിക്കുന്ന മാനസിക അകൽച്ച, ഇവര് നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ഒരു വിടവ്, അത് നിങ്ങൾക്ക് നികത്താൻ പറ്റാത്തത് മൂലം നിങ്ങൾ ഉറക്കം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ, നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ഇവരെ കൊണ്ടിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളുണ്ട്.
ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബ്ലാക്ക് മാജിക് പ്രസൻസ് നല്ല രീതിക്ക് നിങ്ങളുടെ ബന്ധത്തിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ബന്ധം, കാര്യങ്ങളെ നല്ല രീതിക്ക് ബാധിച്ചിരിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ട്, അതായത് ഒരു തൃപ്തിയില്ല, എല്ലാം പിന്നെയും പിന്നെയും വേണം, ഒരുപാട് വേണം, അങ്ങനെയുള്ളൊരു മൈൻഡാണ്. ഒന്നിലും ഒരു തൃപ്തി കാണുന്നില്ല. നിങ്ങളുടെ അടുത്ത് നിന്നപ്പോഴും പലതും പുറത്തന്വേഷിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പുതുമകൾ അന്വേഷിക്കുകയാണ്. ഇന്നോവേഷൻ, പല രീതിയിലുള്ള പുതുമകൾ. അതിപ്പോ കുറച്ചാളുകൾക്ക് അത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പല രീതിയിലുള്ള പുതുമകൾ, പുതിയ എനർജി, പുതിയ കാര്യങ്ങളൊക്കെ പല ആളുകളുടെ അടുത്ത് തിരയുകയാണ്. അങ്ങനെയും കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അല്ല അത് ചെയ്തു കൊടുക്കാൻ കുറെ ആളുകൾ വേണം. മനസ്സിലായോ? എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് കുറച്ച് ആളുകൾ വേണം. കൂടുതൽ ഈ സാമ്പത്തികമായിട്ടുള്ള പരിപാടികൾക്ക് ഇത്തിരി മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ സാമ്പത്തികമായിട്ട് നിങ്ങളോട് എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏകദേശം തീരാറായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അടുത്ത വ്യക്തിയുടെ അടുത്ത് പോയി പല കാര്യങ്ങളും ചോദിക്കുന്നതായിരിക്കാം. സാമ്പത്തിക ഇടപാടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് വേറെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ വ്യക്തിനെ സന്തോഷിപ്പിക്കണമല്ലോ, ഈ വ്യക്തിനെ വെറുതെ പിണക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്, ഈ വ്യക്തിയുടെ സന്തോഷമാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലുത്, ഈ വ്യക്തിയുടെ പല കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു സന്തോഷം തരുന്നത്, മാനസികവും ശാരീരികവുമായിട്ടുള്ള സന്തോഷവും കരുതലും ഒക്കെ തരുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ചിന്തിക്കുമെന്ന് ഈ വ്യക്തിക്കും അറിയാം. ഈ വ്യക്തിയുടെ മുഖം വാടുന്നതോ, ഈ വ്യക്തിയുടെ ഒരു ചിരിയില്ലാത്ത ഒരു മുഖം കാണുന്നതോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ദേഷ്യമോ, ഒരു എന്താ പറയാ, സാഡ് ആയിട്ടുള്ള ഒരു മുഖം കാണാനായിട്ട് നിങ്ങൾക്ക് അത് ആഗ്രഹമില്ല. പക്ഷെ അത് ആക്ച്വലി അത് യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ മുതലെടുക്കുമായിരുന്നു. കാരണം നിങ്ങളുടെ ഏതൊക്കെ കാര്യത്തിൽ എന്തൊക്കെ പറയുമ്പോഴാണ് അത് നിങ്ങൾ നടത്തി കൊടുക്കുന്നതെന്ന് ഇവർക്കറിയാം. ഏതൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്ത് ഏതൊക്കെ വഴികളിൽ കൂടി നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൊടുക്കും, നിങ്ങൾ ഏതൊക്കെ രീതിയിൽ എപ്പോഴൊക്കെ അവൈലബിൾ ആയിരിക്കും, അതെല്ലാം ഈ വ്യക്തി നല്ല രീതിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ സ്നേഹം കൂടുതൽ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തിന്റെ ഒരുപാട് മൂല്യത്തിന് വില കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആ വ്യക്തിനെ അത്രയും മൂല്യമായിട്ട് കണക്കാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്നല്ല ചിന്തിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഇത്രയും കെയർ ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ ഇത്രയും ജീവിതത്തിൽ എനിക്ക് ഈ വ്യക്തിനെ കൊണ്ട് എൻ്റെ ലൈഫ് ടൈം മുഴുവൻ ആവശ്യമാണ് എന്നൊക്കെ കരുതിയിട്ടാണ് നിങ്ങൾ ആ മുഖം വാടണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മുഖത്തൊരു സന്തോഷമില്ലായ്മ വരണ്ട, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളൊക്കെ പുറത്ത് മാപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചത്. പക്ഷെ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എന്താ പറയുക, ഒരു വ്യക്തത, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകുമോ എന്നുള്ളൊരു ബോധം വരാൻ തുടങ്ങി. ഇവർ ചെയ്യുന്ന മാനസിക അകൽച്ച, അല്ലെന്നുണ്ടെങ്കിൽ വേറെ പരിപാടികളിലോട്ടുള്ള ഇൻവോൾവ്മെന്റ്, വേറെ പരിപാടികളിലോട്ടുള്ള പോക്ക്, അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സംശയം, ഇവർ ചെയ്യുന്ന പല പരിപാടികളും നിങ്ങളൊരു സംശയമായിട്ട് കാണും. നിങ്ങൾ സംശയരോഗിയായിട്ട് ഇവർ കണക്കാക്കും. ഇവർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇവര് പല പരിപാടികളും ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പലതും തെളിഞ്ഞിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പല എവിഡൻസും ഉണ്ടാകാം, നിങ്ങൾ കൈയോടെ പൊക്കിക്കാണും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല, നിങ്ങൾ
എപ്പോഴും ഒരു കംപ്ലൈന്റ് ചെയ്യുന്ന ആള്, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സംശയത്തോടു കൂടി സംസാരിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള മൈൻഡൊക്കെ ഉണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യത്തിന് നിങ്ങളോട് ദേഷ്യവും ഉണ്ട്, പല കാര്യങ്ങൾക്കും സ്നേഹവും ഉണ്ട്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും പല വിധത്തിലുള്ള കഴിവുകളും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്ത് ജീവിക്കുന്നവരും, എവിടെ പോയാലും നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സാഹചര്യം ഉണ്ടാക്കി എവിടെ പോയാലും നിൽക്കാൻ പറ്റും എന്നൊക്കെ ഉറപ്പുള്ള ആളുകളാണ്. അത് നിങ്ങൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ജീവിക്കും എന്നൊക്കെ അറിയാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിക്ക് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് തന്നെയുണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയോ അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങളുടെ മൂല്യവും നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു പ്രസൻസ് ഇല്ലായ്മ, ആബ്സെൻസ്, നിങ്ങളുടെ ഒരു ആ ഒരു വ്യക്തിത്വമൊക്കെ മനസ്സിലാക്കി, നിങ്ങളുടെ അഭാവം മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാലും അതിന് മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തടസ്സങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികൾ തന്നെയാണ് തടസ്സങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്ക് ബോധം, അതായത് നിങ്ങൾക്ക് പല കാര്യത്തിലും ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ നിൽക്കണമായിരുന്നു എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വന്ന പോലെ ഇവർക്കും വരുന്നുണ്ട്. ഇവർക്കും പല കാര്യത്തിനും ബോധം വരുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒന്നും എങ്ങനെ ചെയ്യണം, എവിടെ എനിക്ക് തുടക്കം കുറിക്കണം, എങ്ങനെ ഏത് രീതിയിൽ കൂടി പോകണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം മനസ്സിൻ്റെ അകത്ത് നല്ല രീതിക്ക് പല കാര്യങ്ങളും പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള പല കാര്യങ്ങളും, നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിൻ്റെ അകത്തോട്ട് വരുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ? ആ ഒരു ചിന്ത മനസ്സിൻ്റെ അകത്ത് നല്ല രീതിക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, ചെറിയ രീതിയിൽ. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ജലദോഷമാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്. മനസ്സിലായോ? എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? കാരണം അങ്ങനെയുള്ള ഒരു ഇത് ഇവിടെ നെഗറ്റീവായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വീണ്ടും വരും, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കൂടിച്ചേരൽ, ഒരു റീയൂണിയൻ, ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് തടസ്സങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങളിപ്പോ പറയും വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയും ഞാൻ വിട്ടു, പൂർണ്ണമായിട്ടും വിട്ടു. അതൊക്കെ അവരവരുടെ കാര്യങ്ങളാണ്, ഇനി വന്നിട്ടും കാര്യമൊന്നുമില്ല. അത് അവരവരുടെ കാര്യങ്ങൾ, അവരവരുടെ തീരുമാനങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് ഉചിതം എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. കാരണം അവരവരാണ് അനുഭവിച്ചത്. അപ്പൊ അവരവർക്കാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് റെസൊണേറ്റ് ആയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റ് ആയില്ല, ഒന്നും റെസൊണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.